Hey, hello guys, once again welcome back to my YouTube channel Health World. അപ്പോൾ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടാണ് വീഡിയോ കാണാൻ വന്നേക്കുന്നത് എങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് തന്ന് നിങ്ങളെ നിരാശപ്പെടുത്താനും ലാഗ് അടിപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല. നമ്മൾ തമ്പനയിലൊക്കെ കണ്ട പോലെ അരുണിമയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അരുണിമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു യൂട്യൂബറാണ്, ട്രാവൽ വ്ളോഗറാണ്. അത് മാത്രമല്ല ആൾ അത്യാവശ്യം നമ്മുടെ ചാനലുകളിലൊക്കെ ചർച്ചകളിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരത്തി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിച്ചാക്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ നമ്മളിപ്പം ഒരു റോഡിൽ നിൽക്കുന്നു, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ചെയ്യുന്നില്ല. ലോറി പോവുകയാണെങ്കിൽ ലോറിയിൽ കൈ കാണിച്ച് കയറുന്നു. ആ ലോറി എവിടം വരെയാണോ പോകുന്നത് അവിടം വരേക്ക് പോകുന്നു. പിന്നീട് വേറൊരു വണ്ടിക്ക് കൈ കാണിച്ച് കയറുന്നു. അവര് എവിടം വരെയാണോ അവിടെ വരേക്ക് പോകുന്നു. അങ്ങനെ ലോകം കാണുന്ന ഒരു ടൈപ്പ് ആണ് ഈ കുട്ടിയും അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്. ബാക്ക് പാക്കർ അരുണിമനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നവർ കുറേ പേര് അത്യാവശ്യം ഈ കുട്ടീനെ പുകഴ്ത്തി പറയാറുണ്ട്. ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് പലരെയും കൂട്ടുപിടിക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഒരു പേടിയില്ലാണ്ട് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു കറേജ് ഉള്ളൊരു അങ്ങനെ ഒരു ധൈര്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കൊച്ചിന്റെ വീഡിയോസിന് നമുക്ക് ഒരു പ്രചോദനമായിരുന്നു ഒരു പരിധി വരെ. പിന്നീട് ആളുടെ കണ്ടന്റുകൾ നമുക്ക് തന്നെ ഒരു ഇതായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെല്ലുന്നു, രാത്രിയിലൊക്കെയാണ് യാത്രകൾ ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം ഒരു പകല് തന്നെ നമ്മൾക്ക് എന്തോരം അപകടങ്ങൾ പതിയിരിക്കുന്ന സമയത്ത് രാത്രികളിലുള്ള യാത്രകൾ മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലേ. ഒരു രാത്രിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് താമസിക്കാം. പക്ഷെ ഈ കുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികളിലും യാത്ര ചെയ്യും. അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പം മിസ്ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് അത് കണ്ടന്റ് ആക്കിയിട്ട് പെട്ടെന്നൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഇത് കണ്ടോ, എൻ്റെ കൂടെ കൊണ്ടുപോയ ആൾക്കാർ എന്നെ ദേഹത്ത് പിടിച്ചു, അവരെന്നോട് മോശമായിട്ട് പെരുമാറി, അവരെൻ്റെ കൂടെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പെപ്പർ സ്പ്രേ ഞാൻ എടുത്തു കണ്ടടിച്ചു, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതെന്ത് ആണെന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വീഡിയോയിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആ വീഡിയോ, അവർ ചെയ്യുന്ന വീഡിയോ മില്യൺസ് ഓഫ് ആൾക്കാർ കാണുന്നു. കുറേ പേര് നല്ല കാര്യങ്ങൾ പറയുന്നു, കുറേ പേര് ഉപദേശിക്കുന്നു. അവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, അവരുടെ വീഡിയോ എങ്ങനെയെങ്കിലും റീച്ച് ആക്കണം, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എനിക്ക് എന്തോ ഒരു ബോർ പരിപാടിയായിട്ട് തോന്നി. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം ഈ കൊച്ചു കാണാത്ത സ്ഥലങ്ങളില്ല, നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ കൊച്ചു പോകുന്നു, കാണുന്നു, പലതരം ആൾക്കാരുമായിട്ട് ഇടപഴകുന്നു. വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മിക്കവരും കണ്ടിട്ടുണ്ടാവും, കണ്ടന്റ് ഉണ്ടാവുമെന്ന് കണ്ടിട്ടുണ്ടാവും. ഇല്ല, കാണാത്തവർ. ആളിപ്പോൾ US-ലാണ്. ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിയേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയില് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യം തന്നെ ഈ കുട്ടി US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രീവിയസ് വീഡിയോസിലൊക്കെ. അപ്പം അത് കിട്ടിയതിൻ്റെ സന്തോഷം. ഇപ്പം US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഈ സാറ്, ഈ ആരോ ഒരു വ്യക്തി, ആ വ്യക്തി കുട്ടീനെ US-ലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേ ചെയ്യാം, അവിടെ കറങ്ങാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി പറയുന്നു, അരുണിമ പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം, നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ അവരുടെ വീടുകളിലേക്ക് 1, 2, 3 ദിവസത്തേക്ക് ക്ഷണിക്കുന്നുണ്ടാവാം. ഇല്ല എന്നൊന്നും പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ വീഡിയോയിൽ നമുക്ക് കാണുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്ത് നമ്മൾ കുറച്ച് അവരുടെ വീട്ടിലെ അംഗങ്ങളെ പോലെയൊക്കെ തോന്നുമ്പോൾ അവരങ്ങനെയുള്ള ഓഫറുകൾ തരിക സ്വാഭാവികമാണ്. പക്ഷെ അത് ഒത്തിരി അധികം യൂസ് ചെയ്ത് വല്ലാണ്ടാക്കുക അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് അത് കണക്ക് തന്നെയാണ്. ഈ കുട്ടി അരുണിമ അവിടെ ചെന്നു, 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അവിടെ സ്റ്റേക്കുള്ള കാര്യങ്ങൾ ഒരുക്കി, ആ വീട്ടിൽ താമസിച്ചു, ഫുഡ് കഴിച്ചു, ആ സാറിനൊപ്പം അവിടെയൊക്കെ കറങ്ങി കണ്ടു എന്നൊക്കെ അരുണിമ പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ എന്തോ സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും
ആളൊരു സീനിയർ സിറ്റിസൺ ആണ്. ആള് മരുമക്കൾക്കും ചെറുമക്കൾക്കൊക്കെ ഒപ്പമാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ആളുടെ ഇഷ്ടങ്ങളൊക്കെ തന്നെ ആവണം എന്നില്ലല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് എന്തോ അനിഷ്ടം ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞു ഇത്ര വേറൊരു സ്ഥലം നോക്കിക്കോളൂ, മാറണമെന്ന് പറഞ്ഞു. അപ്പൊ അരുണിമയുടെ വീഡിയോയിൽ അരുണിമ പറയുന്നത് രാത്രി തന്നെ മോശമായിട്ട് ബിഹേവ് ചെയ്തു, 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നൊക്കെയാണ്, കരഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആകെപ്പാടെ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്ത് വീട്ടുകാരെ ഇവര്, ഇത് എന്ത് പരിപാടി ഇവര് ചെയ്തത്? ഒന്നുമില്ലെങ്കിലും അതൊരു പെൺകുട്ടിയല്ലേ, രാത്രി സമയമല്ലേ, നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. രാത്രി സമയമല്ലേ, ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും, അറിയാത്തൊരു രാജ്യം, ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത് മാത്രമാണോ സത്യം? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വശം മാത്രം കേൾക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അവിടെ എങ്ങനെയാണ്, അവിടെ നമുക്ക് താമസിക്കാൻ ഇതാണോ, ഇപ്പൊ ഇനി നമ്മളെനിക്ക് ആരെങ്കിലും ഓഫർ തന്നു, അവരോട് വ്യക്തമായി നമ്മൾ ചോദിക്കുക, എത്ര ദിവസം വരാൻ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് മാറേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ അരുണിമ പറയുന്നുണ്ട് അവിടെ ഉള്ള ആള്, ആ വ്യക്തിയുടെ പേര് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-70 വയസ്സ് പ്രായമുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണ്. ആളുടെ വീട്ടില് ആൾക്ക് തന്നെ ഒരു സ്ഥാനമില്ല, വിലയില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ആള് അരുണിമേനെ അവിടെ അക്കോമഡേറ്റ് ചെയ്തത് ഈ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു വീട്ടില് ഒരാൾ വന്നു കഴിഞ്ഞാൽ പട്ടിയോ പൂച്ചയെങ്ങാനാണോ കൊണ്ട് മൂടി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്? എന്ത് വർത്താനോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ആ വീട്ടുകാർ സമ്മതിച്ചിട്ട് തന്നെ ആയിരിക്കണം അരുണിമയ്ക്ക് അവിടെ പുള്ളി ആദ്യമാണേലും അവസാനമാണേലും പുള്ളി അവിടെ അക്കോമഡേഷൻ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ്. അരുണിമ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയെ പൂച്ചയൊന്നുമല്ല മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അരുണിമ പറയുന്നതെന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് ഇറക്കി വിട്ടു, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ പോകും, അങ്ങനെയൊക്കെയാണ് ഈ കുട്ടി പറയുന്ന കേസ്. പിന്നെ ബാക്കി പറയുന്നത് നിങ്ങൾ തന്നെ കേട്ട് നോക്കൂ. പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പൊ ഇപ്പൊ എന്തായി, അമേരിക്കയിൽ ജനിച്ചു വളർന്നവരൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുവാണ്. പോരാത്തതിന് അവരുടെ വീടിന്റെ വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാണ്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ പഴഞ്ചൊല്ലികളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ബന്ധു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ ചെന്നാൽ പോലും 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മളൊരു അധികപ്പറ്റ ആർക്കും ആവാൻ പാടില്ല. ആ ഒരു സന്തോഷം മാറിയിട്ട് ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചിന്തിക്കാതിരിക്കാനുള്ള ചിന്ത നമുക്ക് വേണം. മനസ്സിലായില്ലേ? ഇത് ഈ പറയുന്ന ആൾക്കില്ല. ഈ കുട്ടിയുടെ മിക്ക വീഡിയോസിലും ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഓരോ സ്ഥലത്ത് പോവുക, ആരെങ്കിലും അവിടെ 1-2 ദിവസം താമസിക്കാൻ കൊടുക്കുക, പിന്നെ അവിടെ അങ്ങ് നിൽക്കുക, അവരുടെ കയ്യിൽ നിന്ന് എന്താ പറയണ, അതിനൊന്നും ഞാൻ കുറ്റം പറയാനല്ല, അങ്ങനെയാണ്. ബാക്കി കേൾക്കാം. എന്താ പറയാ, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ആള് തന്നെ പറയുന്നുണ്ട് അത്ര സ്നേഹത്തോടുകൂടി ആയിരുന്നു ആ ആൾ എന്നോട് ചെയ്തിരുന്നത്. കാരണം ആളുടെ ഈ ബാക്ക് പാക്കർ അരുണിമയുടെ വീഡിയോ നമ്മൾക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതും വീട്ടിൽ കൊണ്ടുപോകുന്നതും കറക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ഈ പുള്ളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി പ്രീവിയസ് വീഡിയോയില് യൂട്യൂബിലിട്ടേക്കുന്ന വീഡിയോയില് അവരുടെ കുറച്ച് ഫ്രണ്ട്സ് വരും, അവിടെ പരിചയമുള്ള അവിടെ USA തന്നെ പരിചയമുള്ള കുറച്ച് പേര് വരും, അവരോടെ കറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഈ ആള് തന്നെയാണ് ആളെ കൊണ്ടുവന്ന് ഒരു മെട്രോ സ്റ്റേഷനിലാക്കുന്നുണ്ട്. അപ്പം മെട്രോ സ്റ്റേഷനിലാക്കുമ്പോൾ ആൾ ഒരു ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ബിരിയാണി പോലെയുള്ള എന്തോ ഒരു റൈസും ചിക്കനൊക്കെ ആയിട്ട്. അരുണിമ അതിനകത്ത് പറയുന്ന എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ നമുക്ക് തന്നെ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ നമുക്ക്, കാരണം ഇന്നും പട്ടിണികളും പാവങ്ങളും ഉള്ള ഒരു ഇന്ത്യ കണക്കത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മുഴുപട്ടിണിക്കാർ ഇന്നുമുണ്ട്. അപ്പൊ നമ്മൾക്കൊരാൾ ഓഫർ ചെയ്യുവാണ്, ഫുഡ് ഓഫർ ചെയ്യാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കാതിരിക്കുക. കഴിച്ചിട്ട് കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. ഇത് പറയുന്നത് വിശന്നിരിക്കുന്നതുകൊണ്ട് കഴിക്കാം,
ആള് വാങ്ങിച്ചു കൊടുത്ത ഫുഡിനാണെങ്കിൽ കുറ്റം പറഞ്ഞത്, വിശന്നിരിക്കുന്നതുകൊണ്ട് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ബാക്കി കേൾക്കാം. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ 70 വയസ്സുള്ള ആളാണ്, ന്യൂയോർക്ക് മൊത്തം കൊണ്ട് കറക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്തത്? അവസാനം അന്നം തന്ന കൈക്ക് കുത്തി എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അരുണിമ പറയുന്നത് വെച്ച് നോക്കുമ്പോ അവിടെ ഒത്തിരി സഫർ ചെയ്താ കറക്കുന്നതെന്ന് അരുണിമ തന്നെ പറയുന്നു. അപ്പൊ ഇമ്മാതിരി കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് ആള് ഇഷ്ടപ്പെട്ടൊരു സഹായം ചെയ്യാൻ നിന്നു, നാളെ കഷ്ടപ്പെട്ടു പോലും ആൾ ആ സഹായം ചെയ്യത്തില്ല. കാരണം ഇമ്മാതിരിയുള്ള പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടേ എന്ത് മനുഷ്യന്മാരാണ്. ബാക്കിയും കൂടി കേൾക്കാം. സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇവിടെയാണ് ഇപ്പോ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പൊ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫുൾ ഫോഗായിട്ട്. ഇതിനകത്ത് പറയുന്നത് അനുസരിച്ചിട്ട് അരുണിമനെ അവര് ഇറക്കി വിടുന്നു. അരുണിമ ആ സമയം തന്നെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലത്ത് രാത്രി 12 മണിക്ക് -6 ഡിഗ്രി സെൽഷ്യസിൽ ഇറങ്ങിപ്പോകുന്നു. വീഡിയോ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സൊന്നും ഉറഞ്ഞു പോകും. സത്യം, പരിചയമില്ലാത്തൊരു സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ, ഒരു പരിചയമില്ലാത്ത എങ്ങനെ ഈ കുട്ടി സർവൈവ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറൊരു വീഡിയോ, അത് ലോങ് വീഡിയോയിലാണ്, യൂട്യൂബിൽ പറയുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ ഇത് കണക്ക് ആളെ കണ്ടു, ആൾക്ക് ഒരു റെന്റഡ് ഹൗസ് അല്ല, ഒരു ഹോട്ടൽ പോലെയുള്ള ഒരു സംഭവത്തിൽ കൊണ്ടുപോയി. അങ്ങനെ ഇത്രയും കണ്ട് $1 കൊടുത്തപ്പോഴത്തേക്ക് അവിടെ അത് നിൽക്കാൻ പറ്റി. പിറ്റേ ദിവസം വേറെ ആരുടെയും കണ്ട് ഒരു അക്കോമഡേഷനിലേക്ക് അവർ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പം ഇനി അടുത്തത് പോകുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഏതോ ഒരു കൂട്ടുകാരോ അങ്ങനെയൊക്കെ ആയിട്ടാണ്. നല്ല കാര്യം, സേഫ് ആയല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ ഈ വീട്ടുകാര് ഈ വീഡിയോയ്ക്ക് തിരിച്ച് റെസ്പോൺസ് വരുന്നത്, ഇന്ന് ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോഴത്തേക്ക് ജെറി പൂക്കാവല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റില് ആ വീട്ടുകാരുടെ എക്സ്പ്ലനേഷൻ അല്ല, ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ആ വീട്ടുകാര് ഈ കുട്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് തന്നെ പോകണം എന്ന് പറയുന്നില്ല, ഈ രാത്രി തന്നെ പോകണമെന്നും പറയുന്നില്ല. തിങ്കളാഴ്ച, അതായത് ശനിയാഴ്ചയാണ് സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അപ്പം ഞായറാഴ്ച ഒരു ദിവസം സമയമുണ്ട്, തിങ്കളാഴ്ചത്തേക്ക് വേറൊരു അക്കോമഡേഷൻ നോക്കണം. അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ കാണും, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും അസൗകര്യങ്ങൾ കാണും. അതെന്താണെന്ന് നമുക്കറിയില്ല, എന്തും ആയിക്കോട്ടെ. അപ്പം തിങ്കളാഴ്ചത്തേക്ക് ഒരു അക്കോമഡേഷൻ നോക്കണം എന്നുള്ളൊരു വളരെ മാന്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം അരുണിമ തട്ടിക്കയറിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ലോകം കാണാത്ത കണക്കൊന്നുമല്ല, ഞാൻ 10-41 രാജ്യങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ബാക്കി വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഇതിൽ അരുണിമ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പോകണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, നാളെ പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ അവർ പറയുന്നുണ്ട്, നാളെ പോകണം എന്നല്ല പറഞ്ഞത്, തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ ശരിയായി കഴിഞ്ഞാൽ പോകണം എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ആ അപ്പച്ചൻ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആള് പറയുന്നുണ്ട്, അരുണിമ ഇന്നിപ്പോ പോകണ്ട, രാത്രിയാണ്, പോകരുത്, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് അരുണിമ ആരെയോ ഫോണില് ലൈനിലുണ്ട്, ആള് പറയുന്നതും കൂടി കേൾക്കാം. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കേൾക്കാൻ പറ്റും.
ആ ആള് പറയുന്നുണ്ട്, ആ 70 വയസ്സ് പ്രായം എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട് അരുണിമ ഇങ്ങനെ പോവരുത്. അപ്പോൾ ആള് പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ, എനിക്കറിയാം, ഞാൻ ഇപ്പോഴൊന്നും അല്ല ഈ പരിപാടി തുടങ്ങിയത്, ഞാൻ 41 രാജ്യങ്ങളിലേറെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ മാന്യത കാണിച്ചില്ലെന്ന് പറയരുത്. തന്നെത്താനെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു ചാടി പോവാണ്. അതായത് അരുണിമ ഫോണിൽ ആരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇത് സ്പീക്കർ ഇടുവാണ്. അപ്പൊ ആള് പറയുന്നുണ്ട് ശരിയാണ്, അവര് പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക അരുണിമ, അവര് നാളെ അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് പോകണമെന്നാണ് പറയുന്നത്, നീ ഇപ്പൊ അവിടുന്ന് ഇറങ്ങരുത്, അവരങ്ങനെ പറയുന്നില്ല എന്ന് ഫോണിൽ ആരോ അരുണിമയുടെ അടുക്ക് സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്. പക്ഷെ അരുണിമയുടെ കടുംപിടുത്തമാണ്, വാശിയാണ്, തൻ്റെടാണ്, പോയേ പറ്റത്തുള്ളൂ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുക, ഇതൊക്കെ മോശം പ്രവൃത്തിയല്ലേ? ശരിയാണ്, അവരാണ് ഇറക്കി വിട്ടതെങ്കിൽ നമുക്ക് അത് പറയുന്നോണ്ട് കുഴപ്പമില്ല. ഇത് ആള് തന്നെ ആളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയിട്ട് പിന്നെ ആ വീട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്യുക, അവരെ സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യത്ത് അവരവരുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ ഓരോ സിറ്റിസൺസ് ആയിക്കോട്ടെ, അല്ലാത്ത ഇവിടുന്ന് പോയിട്ടുള്ളവരായിക്കോട്ടെ, അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളുടെ ഇടയിൽ അരുണിമയുടെ കാര്യം കൂടി വലിച്ചിട്ട് അവർക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റത്തില്ല. അവർക്കിപ്പം അവർ ജോലിക്ക് പോകുമ്പോൾ ഈ വീട്ടിൽ അരുണിമേനെ ഇട്ടുവെച്ച് അരുണിമ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നടക്കുന്ന ഒരാൾ അവർക്ക് ഇങ്ങനെ തുറന്നിട്ടുവെച്ചും പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 1, 2, 3 ദിവസം അവരവിടെ നിർത്തി. ആ നിർത്തിയതിന്റെ നന്ദി പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര മോശമായി പോയി. ഇതിപ്പോ ഒരു ആണാണ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ പറയാം. ഇതിപ്പോ ഒരു പെണ്ണായിട്ട് തന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ബാക്കിയും കൂടി നമുക്കൊന്ന് കേൾക്കാം. അവരുടെ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞപ്പോൾ അവര് സംസാരിക്കുന്നതാ. അതായത് ആ ഒരു ചെറുക്കൻ ഫോണിൽ പറയുന്നുണ്ട്, നീ മാന്യമായിട്ട് അവിടുന്ന് ഇറങ്ങണം, 2 ദിവസം നിനക്ക് നിൽക്കാൻ അനുവദിച്ച വീടല്ലേ, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ടാവും, അപ്പൊ നമ്മളത് മാനിക്കണം എന്നാണ് ഫോണിൽ സംസാരിക്കുന്നത്. ആരോ ഒരു പയ്യനാണ് സംസാരിക്കുന്നത്. ആ കുട്ടി പറയുന്നുണ്ട്, അപ്പൊ നീ അത് മാനിക്കണം, നീ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ആള് വരെ പറയുന്നുണ്ട്. ബാക്കി അതായത് ആ പയ്യൻ പറയുന്നത് അവർക്ക് കംഫർട്ട് അല്ല, അവര് ഓക്കെ അല്ല എങ്കിൽ നമ്മൾ ഇറങ്ങണം, അതല്ലേ മാന്യമര്യാദ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ അരുണിമ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ബൈ പറയാൻ കയറി വന്നതാ. ബൈ പറയാൻ കയറി വന്നിട്ടാണ് ഈ പ്രഹസനങ്ങൾ മൊത്തം കാണിക്കുന്നത്. എന്നിട്ട് ബൈ പറഞ്ഞു, നല്ലപോലെ ബൈ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കരഞ്ഞോണ്ടൊരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തു. എന്നെ ആൾക്കാർ പുറത്തിറക്കി വിടുന്നു. നമ്മള് ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുവാണ്, നമ്മൾക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ട് കണ്ട് ഒരാള് ചിലപ്പം അയാളുടെ സീറ്റ് ഒഴിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, അത് അംഗീകരിക്കാൻ പഠിക്കണം. ഫുഡില്ലാതെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഫുഡ് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ശരി, നമുക്ക് ഒരു സഹായം വേണ്ടിയിരുന്ന സമയത്ത് അത് ഒരു ചിരിയെങ്കിലും ആണെങ്കിൽ പോലും അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇത് ഒരുമാതിരി എന്താ പറയണ്ട, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പലർക്കും പല രീതിയിലായിരിക്കും അഭിപ്രായങ്ങൾ. പക്ഷേ
എല്ലാ കാര്യങ്ങളും ഇത് ആ വീഡിയോ ഇട്ടതിന്റെ തൊട്ട് പുറകെ അതിന്റെ താഴത്ത് വന്ന കമന്റുകൾ കാണാം. ഈ അപ്പച്ചനും ആ വീട്ടുകാരെ ആ സമയത്തെങ്ങാനും ഈ കമന്റ് ഇട്ടിരുന്ന ആൾക്കാർക്ക് കിട്ടിയിരുന്നെങ്കിൽ വെട്ടിക്കൊന്നേനെ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞേനെ. അതാ പറയുന്ന ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്. ഇനി അരുണിമേനെ അനുകൂലിക്കുന്ന ആരൊക്കെ ഇതിനു വേണ്ടി എക്സ്പ്ലനേഷൻ വന്നോളൂ. അതിന്റെ പിന്നെ വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളെല്ലാം യൂട്യൂബേഴ്സാണ്, നമ്മളെല്ലാം കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. കുറച്ച് മാന്യ മര്യാദയായിട്ട് ആൾക്കാരൊക്കെ പെരുമാറേണ്ട ഒരു സാമൂഹ്യ ബോധവും കൂടി നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവര് ചെയ്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലോട്ട് വലിച്ചിട്ട് അവഹേളിക്കാനായിട്ട് നിൽക്കരുതായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ആ വീട്ടുകാരെന്തായാലും അരുണിമയ്ക്കെതിരെ കേസിന് പോയിട്ടുണ്ട്. അതിന്റെ പരമ്പരായികൾ എന്തായാലും അരുണിമ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ വിസയുടെ കാര്യമൊക്കെ തീരുമാനമാകും ഏകദേശം. ഇപ്പൊ വിസ കിട്ടിയേക്കുന്നത് 10 വർഷത്തിൽ 6 മാസം വെച്ചിട്ട് എത്ര വർഷം, 10 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണേ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വിസയൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള കുറേ ടീമുകളാണ് മറ്റുള്ളവരുടെ ഒരു സന്തോഷം കൂടി കെടുത്തുന്നത്. ഇനിയിപ്പോ വിസ ഒക്കെ കാര്യത്തിലൊക്കെ തീരുമാനമാവും എന്തായാലും. അതൊക്കെ നമുക്ക് വഴിയെ നോക്കിയിരുന്ന് കാണാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരു റിയാക്ഷൻ വീഡിയോ ആകാതിരിക്കട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതോടെ വരേക്കും. ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ ബൈ.